സംഗീതം അത് ദൈവികമായ ഒരു ഔഷധമാണ്. മനസ്സിന് ആശ്വാസമേകുന്ന ദിവ്യ ഔഷധം, ശാന്തിയും സമാധാനവുമേകുന്ന ഔഷധം. ഈശോയുടെ സുവിശേഷങ്ങൾ സംഗീതത്തിന്റെ മേമ്പടിയോടെ ഒഴുകിയെത്തുന്ന സംഗീത വിരുന്നായ ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. Music is always enchanting. It heals the wound of the heart when it is dull and restless. ദൈവം ചൊരിയുന്ന അനന്ത സ്നേഹത്തിന് മുന്നിൽ നന്ദിയോടെ കൈകൾ കൂപ്പി ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഹലോ. ഹായ്. എന്താ മോന്റെ പേര്? രൂപൻ. റൂബൻ. റൂബൻ എവിടുന്നാ വരുന്നത്? എന്നത്തണീന്ന്. എത്രാം ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്? 9ാം ക്ലാസ്സില്. ഓക്കെ. മോന് പാട്ടൊക്കെ പാടാൻ വളരെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം. ആരാ മോനെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്? അമ്മയാണ് പഠിപ്പിക്കുന്നത്. അമ്മയാണോ മോന്റെ ഇൻസ്പിറേഷൻ? അതെ. ഓക്കെ. ഇന്ന് മോൻ ഏത് പാട്ടാ ഇവിടെ പാടുന്നേ? കർത്താവാണ് എന്നിടെ എന്നാണ് ഒരു പാട്ടാണ് പാടുന്നത്. അടിപൊളി. അത് നമ്മുടെ സങ്കീർത്തനം 23-ാം അധ്യായത്തിലെ വചനങ്ങൾ ഒരു പാട്ടിന്റെ രൂപത്തിൽ വരുന്നതാണല്ലേ? അതെ. ഓക്കെ. അപ്പൊ പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ടെൻഷൻ ഒന്നും ഇല്ലാതെ നല്ല ഉഷാറായിട്ട് പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സർവശക്തിന്റെ തണലിൽ എന്നും നിലകൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. പച്ചപ്പുൽ തകിടിയിൽ വിശ്രമം
ഹലോ. ഹായ്. രണ്ടുപേരെ ആദ്യം തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ജോബിൻ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഓക്കെ. എൻ്റെ പേര് ജോസ്റ്റീന, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. രണ്ടുപേരും തൃശ്ശൂർക്കാരാണല്ലേ? അതെ. അത് മാത്രമല്ല, നിങ്ങൾ തമ്മിൽ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ടല്ലോ. എന്താണത്? ഞങ്ങൾ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്. അടിപൊളി. ചേട്ടനും അനിയത്തിയാണല്ലേ? അതെ. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേറെ വേദികളിലൊക്കെ ഇങ്ങനെ പാടാറുണ്ടോ? ഇല്ല, ഇതുവരെ പാടിയിട്ടില്ല, ഇതായിത്തോട്ടാണ്. അപ്പൊ ഹോളി ബീറ്റ്സിന്റെ വേദിയിലാണ് ആദ്യമായിട്ട് നിങ്ങൾ ഒരുമിച്ച് പാടുന്നത് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരിക്കും നിങ്ങൾ ഇങ്ങനെ ചേട്ടനും അനിയത്തിയും ഈ ഒരു വേദിയിൽ ഒരുമിച്ച് പാടുന്നത് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് മോൾ നിങ്ങൾ ഇവിടെ പാടുന്നത്? കണ്ടുകൊതി തീർന്നില്ല എന്ന് പറഞ്ഞ പാട്ട്. നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് പാടുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. കണ്ടു കൊതി തീരാത്ത, സ്നേഹിച്ചു മതി വരാത്ത യേശുനാഥന്റെ സ്നേഹം നിറഞ്ഞൊഴുകുന്ന മനോഹരമായൊരു ഗാനമാണിത്. നമുക്ക് ആസ്വദിക്കാം. കണ്ടു കൊതി തീർന്നില്ല, സ്നേഹിച്ചു മതിയായില്ല, വാത്സല്യമോറിടുന്ന താതനു നമ്മില്ല. കണ്ടു കൊതി തീർന്നില്ല, സ്നേഹിച്ചു മതിയായില്ല, വാത്സല്യമോറിടുന്ന താതനു നമ്മില്ല. സ്നേഹിച്ചിടുന്നു ദൈവം, യോഗ്യരല്ല എങ്കിലും നാം. അത്രയാഴമാർന്ന സ്നേഹം, ദൈവസ്നേഹം. സ്നേഹിച്ചിടുന്നു ദൈവം, യോഗ്യരല്ലെങ്കിലും നാം. അത്രയാഴമാർന്ന സ്നേഹം, ദൈവസ്നേഹം. കണ്ടു കൊതി തീർന്നില്ല, സ്നേഹിച്ചു മതിയായില്ല, വാത്സല്യമോറിടുന്ന താതനു നമ്മില്ല.
അന്ത്യത്താഴവേളയതിൽ അപ്പമാവൻ പങ്കുവച്ചു. മനുജനു രക്ഷയേകാൻ ക്രൂശിൽ പിടഞ്ഞു ദൈവം. അന്ത്യത്താഴവേളയതിൽ അപ്പമാവൻ പങ്കുവച്ചു. മനുജനു രക്ഷയേകാൻ ക്രൂശിൽ പിടഞ്ഞു ദൈവം. ഇന്നും രക്ഷ നൽകിടുവാൻ ആത്മീയ ബോധ്യമാവാൻ സ്നേഹമായോസ്തിൽ ദൈവം വരുന്നു. ഇന്നും രക്ഷ നൽകിടുവാൻ ആത്മീയ ബോധ്യമാവാൻ സ്നേഹമായോസ്തിൽ ദൈവം വരുന്നു. കണ്ടു കൊതി തീർന്നില്ല, സ്നേഹിച്ചു മതിയായില്ല, വാത്സല്യമൂറിടുന്ന താതനു നമ്മില്ല. സ്നേഹിച്ചിടുന്നു ദൈവം, യോഗ്യരല്ല എങ്കിലും നാം. അത്രയാഴമാർന്ന സ്നേഹം, ദൈവസ്നേഹം. സ്നേഹിച്ചിടുന്നു ദൈവം, യോഗ്യരല്ലെങ്കിലും നാം. അത്രയാഴമാർന്ന സ്നേഹം, ദൈവസ്നേഹം. കണ്ടു കൊതി തീർന്നില്ല, സ്നേഹിച്ചു മതിയായില്ല, വാത്സല്യമൂറിടുന്ന താതനു നമ്മില്ല. ഹായ് ചേച്ചി. ഹായ്, എന്താ ചേച്ചിയുടെ പേര്? ബെറ്റ്സി. ബെറ്റ്സ് ചേച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ പൊയ്ക്കാട്ടുശ്ശേരി നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്താണ്. ഓക്കെ. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, മുമ്പ് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ. എന്തായിട്ടാ ചെയ്തത്? ഞാൻ MBA ഫാക്കൽറ്റി ആയിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഒരു 7 years വർക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ ഹോം മേക്കറാണ്. ഓക്കെ. അപ്പൊ ചേച്ചി പള്ളിയിലും ഒക്കെ പാടാറുണ്ടോ? കൊയറിലൊക്കെ ഉണ്ടോ? പള്ളിയിൽ കൊയറിലുണ്ട്. ഇപ്പോൾ സൺഡേ സ്കൂളിലും പള്ളിയിലെ കൊയറിലും ഒക്കെ ആയിട്ട് അങ്ങനെ സജീവമായിട്ട് പോകുന്നല്ലേ, വേദപാഠമൊക്കെ പഠിപ്പിച്ച് കുട്ടികളെ. ഓക്കെ, അടിപൊളി. ചേച്ചി ഇന്ന് ഏത് പാട്ടാ ഇവിടെ പാടുന്നത്? എണ്ണമില്ല നന്മകൾ എന്നിൽ. ഓക്കെ. ചേച്ചി പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ടെൻഷനൊന്നും ഇല്ല. അപ്പൊ ഇതേപോലെ നല്ല ചിരിച്ച് നല്ല അടിപൊളിയായിട്ട് പാടാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ ദാനങ്ങൾക്കും എണ്ണി എണ്ണി നന്ദി പറഞ്ഞ് എന്നും ജീവിതത്തിൽ നന്ദിയുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബെറ്റ്സി ചേച്ചിയുടെ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം.
ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ലാസ്റ്റ് പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. സൃഷ്ടികളെല്ലാം ഒന്നു ചേർന്ന് സ്രഷ്ടാവിനെ സ്തുതിച്ച് പാടുന്ന ഒരു മനോഹര ഗാനമാണ് കാൻഡിൽസ് ബാൻഡിലെ സിംഗേഴ്സ് ഇന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തെ ഉച്ചത്തിൽ വാഴ്ത്തി പാടാൻ, സ്തുതിച്ച് പാടാൻ നിങ്ങൾ എല്ലാവരും റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഗാനങ്ങളെല്ലാം ഏറെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
ഇതുപോലെ തന്നെ അടുത്ത ആഴ്ച കൂടുതൽ ഉഷാറോടെ കൂടുതൽ മനോഹരമായ ഗാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് ഈ ഗാനങ്ങൾ ആസ്വദിക്കാൻ ഷാലോം ടിവിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.